ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് രാധികാമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ സത്യം പറയാമേ, അമ്മയാണോ കള്ളൊപ്പിട്ടതെന്ന് ചോദിക്കുമ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, എടാ നീ എന്നെ സംശയിക്കുവാണല്ലേ, ഈ വരുണിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയല്ലേടാ, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും നിന്നെയല്ലേടാ, ഞാൻ നിൻ്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യോടാ, നീ അപ്പം എന്നെ സംശയിച്ചു അല്ലേ എന്ന് പറഞ്ഞിട്ട് കള്ളക്കണ്ണീരെടുക്കുവാണ് രാധിക. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് പറഞ്ഞിട്ട്, അമ്മ ഞാനൊരു സംശയം ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ സംശയം ചോദിക്കാവുന്നതാണോടാ നീ എന്നോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടേക്ക് ഗീതു വരുന്നുണ്ട് കേട്ടോ. ഗീതു പറയുന്നുണ്ട്, അങ്ങനെ കോടതിയിൽ ഈ പ്രാവശ്യം ഞാൻ ജയിച്ചു, പിന്നെ ഭർത്താവിൻ്റെ കൂടെ ബെഡ്റൂമിൽ കിടക്കാമെന്നുള്ള അനുമതിയും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ണേട്ടാ ഇന്ന് ഞാനും കൂടി ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറയുവാട്ടോ. അതൊക്കെ കേട്ട് നമ്മുടെ ഗോവിന്ദനെ ദേഷ്യം വരുന്നുണ്ട്. ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്താ കണ്ണേട്ടാ ഒന്നും പറയാത്തത് എന്നൊക്കെ പറയാണ്. കള്ളൊപ്പിട്ടിട്ട് ചിലരൊക്കെ എന്നെ പെടുത്താൻ നോക്കി, പക്ഷേ ഞാൻ ജയിച്ചു, സത്യമേ ജയിക്കൂ കണ്ണേട്ടാ എന്നൊക്കെ പറയാണ്. നീ ജയിക്കുന്നധികം വിചാരിക്കണ്ട, നീ അഹങ്കരിക്കല്ലേ ഒരുപാട് എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദ് നമ്മുടെ ഗീതുവിനോട്. കണ്ണേട്ടാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുക കേട്ടോ. ഗോവിന്ദ് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് രാധികാമ്മ വരുന്നുണ്ട്. നീ ഈ റൗണ്ട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കണേ, ഇനി അടുത്ത റൗണ്ട് വരുന്നുണ്ട്, അതിൽ നീ തോറ്റിരിക്കും എന്ന് പറയുവാണ്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, അടുത്ത റൗണ്ട് വന്നേ മുമ്പ് വേറൊരു കാര്യം നടക്കും. എൻ്റെ കള്ളൊപ്പിട്ട ആൾക്കാരെ, വ്യാജരേഖ ഉണ്ടാക്കിയ ആൾക്കാരെ പോലീസ് അന്വേഷണം തുടങ്ങാൻ പോവാ, അതിൽ രണ്ടാനമ്മ കുടുങ്ങാണ്ട് നോക്കിക്കോ, അതേ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറയുവാണ്. അതിലും കൂടി കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഗോവിന്ദ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് നമ്മൾ രാധികാമ്മ അതുപോലെ തന്നെ നമ്മുടെ വരുണ് ചെറുതായിട്ടൊന്ന് പേടിക്കുക കേട്ടോ. ശേഷം ഗീതു നേരെ പോണത് വിജയലക്ഷ്മിയുടെ അടുത്തേക്കാണ്. വിജയലക്ഷ്മി കാത്തിരിക്കുകയാണ്. ഗീതുവിനെയും കാത്ത് ഉമ്മറപ്പടിയിൽ നിൽക്കുമ്പോൾ ഗീതു ഓടി വരുവാണ്. അയ്യോ പതുക്കെ പതുക്കെ മോളെ എന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട്. ഗീതു വേഗം പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കറക്കുവാട്ടോ. അയ്യോ മോളെ വേണ്ട, കറക്കല്ല, എനിക്ക് തല കറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായി കോടതിയിൽ വിശദമായിട്ട് നിൻ്റെ വായിൽ നിന്ന് എനിക്കെല്ലാം കേൾക്കണം, വാ എന്നെല്ലാം പറയാന്നുണ്ട്. ഗീതു അകത്തേക്ക് പോവാണ്. ഡോക്ടറിൻ്റെ മൊഴിയും കൂടി ആയപ്പോൾ രാധികാമ്മ ഫ്ലാറ്റായി. പിന്നെ വ്യാജരേഖ ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാൻ വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുക കോടതി എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയേഷ് പറയേണ്ട, ഹാവു രക്ഷപ്പെട്ടു, എന്തായാലും നീ ജയിച്ച ഞാൻ ജയിച്ച പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല കോടതി വിധിയൊക്കെ വരാൻ ഇനി 6 മാസം സമയമെടുക്കും. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ ബെഡ്റൂമിൽ കിടക്കാനുള്ള അനുമതി നീ മേടിച്ചില്ലേ, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുവാ വളരാനും ഈ 6 മാസം മതി. ദേ വൃത്തികേട് പറയരുത് കേട്ടോ, നിങ്ങൾക്ക് എപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. വലിയൊരു പാട്ടുകാരി വന്നിരിക്കുന്നു, പക്ഷെ വായിന്ന് വരുന്നത് ഫുള്ളും വൃത്തികേടാ എന്ന് ഗീത് പറയുക. ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത്, ഇത് അതിനെ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ ഗോവിന്ദ് സാറ് എന്ന് പറയുകയാണ്. അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരിക്കണല്ലേ, വേറെ ഏത് പെണ്ണെ കെട്ടിയാലും എന്നെ ഭാര്യയായിട്ട് കാണില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ദേ ഗോവിന്ദ് എടുക്കുന്ന പോലത്തെ പ്രതിജ്ഞയൊന്നും നീ എടുക്കാൻ നിൽക്കേണ്ട, ഗോവിന്ദ് അങ്ങനെ പല പ്രതിജ്ഞകളും എടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഗീത ചോദിക്കേണ്ട, പല പ്രതിജ്ഞകളോ? അദ്ദേഹം എൻ്റെ അറിവിൽ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുള്ളൂ, എൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും സ്വീകരിക്കില്ലെന്ന്. വേറെ എന്തെങ്കിലും പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ എന്ന് വിജയലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട്. അതൊക്കെ ഗീതു നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ മാഡം ഒന്നും മിണ്ടാത്തെന്ന് പറയുമ്പോൾ, ദേ നീ അതൊന്നുമല്ല ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിൻ്റെ അച്ഛനും അമ്മേനെയും പെടുത്താൻ വേണ്ടിയിട്ട് രാധികാമ്മ ഇനി ട്രൈ ചെയ്യും, അവരാണ് ഇതിന് പിന്നിലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. നീ നിൻ്റെ അച്ഛനും അമ്മേനെയും വിട്ടുകൊടുക്കരുതെന്ന് പറയുമ്പോൾ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ, വേണ്ട അങ്ങനെ വിട്ടുകൊടുക്കേണ്ട എന്ന് വിജയലക്ഷ്മി പറയുകയാണ്. വിജയലക്ഷ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രാധികാമ്മ തന്നെ ഇതിൽ പെടണമെന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രിയ വന്നിട്ട് നമ്മുടെ വിജയാസിൻ്റെ അടുത്ത് ഭദ്രനോട് പറയുന്നുണ്ട്, ദേ ഗീതിഷ്ഠിരെ കള്ളൊപ്പിട്ട് ആരോ വക്കീലിന് നോട്ടീസ് കൊടുത്തതാണെന്ന്, അത് കോടതിയിൽ തെളിഞ്ഞു എന്നൊക്കെ പറയുവാണ് പ്രിയ. എന്നാലും ആരായിരിക്കുമല്ലോ ഇങ്ങനത്തെ കള്ളത്തരം ചെയ്തത് എന്നൊക്കെ പ്രിയ പറയുമ്പോൾ നമ്മുടെ വിലാസിനെയും ഭദ്രനെയും മുഖത്തോട് മുഖം നോക്കുക. എന്നാലും ആരായിരിക്കും മോളെ, ഞങ്ങളും അത് ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ അങ്ങോട്ട് പോവുക കേട്ടോ. അതിനുശേഷം വിലാസിനെ പറഞ്ഞിട്ട്, ഭദ്രേട്ടാ നമ്മളിനി എന്ത് ചെയ്യും, കള്ളൊപ്പിട്ടത് നമ്മളാണെങ്കിലും തെളിഞ്ഞു കഴിഞ്ഞാൽ ആ രാധികാമ്മ മാത്രമല്ല നമ്മുടെ മോളും നമ്മളെ ഇങ്ങോട്ടേക്ക് വരും ഇപ്പം തന്നെ എന്ന് പറയുമ്പോൾ, എടി അതിനിടെ നമ്മളെ ബോഡി ഗാർഡിനെ വെച്ചേക്കണത്, ആരുടെ അകത്ത് കയറ്റേണ്ടതെന്ന് നമുക്ക് ബോഡി ഗാർഡിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് അവർ ഉമ്മറത്തേക്ക് വരുമ്പോഴേക്കും ബോഡി ഗാർഡൊന്നും അവിടെ ഇല്ല. പക്ഷേ ഗീതു അവിടെ എത്തി കേട്ടോ. ദേ മോള് വന്നല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ, എൻ്റെ കള്ളൊപ്പിട്ടിട്ട് കോടതിയിൽ വക്കീൽ നോട്ടീസ് ഹാജരാക്കാൻ രാധികാമ്മനെ സഹായിച്ചത് അച്ഛനല്ലേ? ഞാനോ പോടി, ഞാനങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല. എന്നാൽ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നേ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും എന്ന് പറയുവാണ്. ഞാൻ തലയിൽ തൊട്ട് സത്യം ചെയ്യാം, വിലാസിൻ്റെ തലയിൽ തൊട്ടിനെ സത്യം ചെയ്യാം, ഞാൻ അങ്ങനത്തെ ഒരു കള്ളൊപ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യുക. ആ സമയത്ത് വിലാസിന് പറഞ്ഞിട്ട്, കണ്ടോടി അച്ഛൻ അങ്ങനത്തെ ഒരു കള്ളൊപ്പ് ഇട്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ലടി എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ഗീതു പറഞ്ഞിട്ട്, എങ്കിലും അമ്മയായിരിക്കും അത്, അമ്മയുടെ തൊള്ളയിൽ തൊട്ട് സത്യം ചെയ്യച്ച എന്നിങ്ങനെ പറയുക കേട്ടോ.
ആ സമയത്ത് നമ്മുടെ വിലാസിന് അയ്യോ മോളെ എന്നിങ്ങനെ പറയാണ്. തലേ തൊട്ട് സത്യം ചെയ്, അമ്മയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഞാൻ നോക്കട്ടെ എൻ്റെ മോളെ, നീ ഞങ്ങളോട് ക്ഷമിക്കണോടി. ആ രാധികാമ്മ പറഞ്ഞപ്പോൾ എന്ന് പറയുമ്പോഴേക്കും എനിക്കിനൊന്നും കേൾക്കാൻ വയ്യ. ദേ നിങ്ങളെങ്ങാനും ഇതിൽ പ്രതിയായി കഴിഞ്ഞാലുണ്ടല്ലോ 12 വർഷം തടവാണ്. എടി ഞങ്ങളെ രക്ഷിക്കടി, ഞങ്ങൾക്ക് അവിടെ പോയി കിടക്കാൻ വയ്യടി എന്നൊക്കെ പറയുവാണ്. പിഴയും കൊടുക്കണം. പിഴയോ? എത്ര രൂപ പിഴ വരും മോളെ? അപ്പോൾ ഇതൊരു എമൗണ്ട് പറയണ്ടിട്ടാ, അത് കൊടുക്കാൻ പറ്റില്ലെങ്കിലോ 2 വർഷം കൂടി കൂടുതൽ കിടക്കേണ്ടി വരും. വിലാസിന് വലിയ കുഴപ്പമൊന്നുമില്ല, 12, 13, 14 വർഷമല്ലേ. അപ്പോൾ അതിരേട്ടാ എന്ന് വിലാസിന് പറയണ്ടേ. ദേ രാധികാമ്മ വിളിക്കുന്നു മോളെ എന്ന് പറയുമ്പോൾ ദേ ആ കോളൊന്നും എടുക്കരുത് കേട്ടോ, നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ കോളാണ്. ആ കോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റഡിയിലാവേ. രാധികാമായിട്ടുള്ള ഒരു കണക്ഷനിന് വേണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭദ്രനും വിലാസിനും അങ്ങോട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. അതിനുശേഷം ഗോവിന്ദനെ കാണിക്കുക. ഈശ്വര ഞാൻ എന്താ ഇനി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ ആ രംഗങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അത് ആലോചിച്ച് ഗോവിന്ദനെ ദേഷ്യം അടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. നേരെ ഗോവിന്ദ് പോണത് അച്ഛൻ്റെ ഫോട്ടോയുടെ മുമ്പിലാണ്. അച്ഛ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയില്ല. ഇവിടെ കള്ളം പറയണത് ആരാണ്, ഗീതുവോ അമ്മയോ എന്ന് പറയുകയാണ്. എനിക്കെൻ്റെ കൈത്തരിപ്പ് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ മുഖം അടിച്ച് പൊട്ടിച്ച് കൈത്തരിപ്പ് മാറ്റായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ കിഷോർ അങ്ങോട്ടേക്ക് വരുവാണ്. മേ ഐ കമ്മിങ് സർ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛ എൻ്റെ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് കേട്ടോ, കൈത്തിരിപ്പ് മാറ്റാൻ പറ്റിയ ആൾ തന്നെ എത്തിച്ചല്ലോ എൻ്റെ മുമ്പിൽ. വാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വിളിക്കുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.